ഇനി എന്തിനെങ്ങനെ ഇരുന്ന് കരയുന്നേ? വിളക്ക് പിടിച്ച് കയറുമ്പോ മര്യാദയ്ക്ക് കയറണമായിരുന്നു. ഇനി നാട്ടുകാരൊക്കെ എന്തു പറയുവോ ആവോ. എരണക്കേട്. ഏട്ടത്തി, ഇതൊന്നും കേട്ട് പേടിക്കണ്ട, നല്ല വിവരക്കേടാ. നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ? ഏട്ടത്തി കുറച്ച് സ്വസ്ഥമായിട്ടിരിക്കട്ടെ. ചെല്ല്, പുറത്തേക്ക് പോ. ചെല്ല്. ഏട്ടത്തി കുറച്ച് റെസ്റ്റ് ചെയ്തോ. എന്താടോ, അച്ഛനമ്മയും പിരിഞ്ഞ വിഷമാണോ? പിന്നെ എന്തു പറ്റി? വിളക്കുമായിട്ട് അകത്തോട്ട് കയറിയപ്പോൾ തിരി ഇട്ടുപോയില്ലേ? എല്ലാരും നോക്കി ഭയങ്കര ചിരിയായിരുന്നു. അമ്മയ്ക്ക് അത് നാണക്കേടായെന്നാ തോന്നണേ. അങ്ങനെയൊന്നും ഇല്ലടോ, അതൊക്കെ തൻ്റെ തോന്നലാണ്. അവര് പഴമക്കാരല്ലേ. പിന്നെ കുടുംബം മുടിയാൻ ഇതൊക്കെ മതിയെന്ന് അവിടുന്ന് പറയുന്നത് കേട്ടു. ഏട്ടൻ വിചാരിക്കും പോലെ അല്ല അമ്മ. എടോ, അതൊക്കെ തനിക്ക് തോന്നുന്നതാണ്. ചെറിയ പിടിവാശൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ കുഴപ്പക്കാരിയൊന്നുമല്ല. അത് വഴിയെ പോകുമ്പോൾ എനിക്ക് മനസ്സിലാവും. എൻ്റെ വീണ ചേച്ചി, അവള് കാലെടുത്ത് വെച്ചില്ല, അപ്പം തന്നെ വിളക്ക് കെട്ടുപോയി. ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ നടന്നു. ഇനി ഈ വീടിൻ്റെ ഗതി എന്താവുമെന്ന് കണ്ടറിയണം. കല്യാണം വെടിപിടിയെന്നായതുകൊണ്ടേ പെണ്ണിനെ കുറിച്ച് ഒന്നും അന്വേഷിക്കാൻ പറ്റിയില്ല. ഞാൻ അന്നേ പറഞ്ഞതാ, എല്ലാം അന്വേഷിച്ച് പയ്യെ മതിയല്ലോ. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പേടിയാവുക. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഡീലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഇതൊരു മോക്ക ഡീലാണ്. ഇന്ത്യ പാകിസ്ഥാനെ ഡിഫീറ്റ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു iPhone 15 വെറും 1 രൂപയ്ക്ക് നേടാനുള്ള അവസരവും. ഇതിലും വലിയൊരു അവസരം ഇനി കിട്ടാനുണ്ട്. കൂടുതൽ അറിയാൻ ഈ വീഡിയോ തുടർന്ന് കാണുക. എന്താണോ എന്തു പറ്റി? എന്തെങ്കിലും പേടിച്ചോ? അല്ലെ എന്താ വെള്ളക്കുടം പൊട്ടിപ്പോയോ? അതെ, നീ വിളക്ക് വെക്കണ്ട. ഞാനല്ലേ എല്ലാ ദിവസവും വെക്കാറ്, ഞാൻ തന്നെ വെച്ചോളാം. വിളക്ക് കെടുന്നതേ ഒരു എരണക്കേടാ. അത് ഈ കുടുംബത്തിന് മൊത്തം ദോഷാ. എന്തോ ഒരു മണം. ഈശ്വര, അശ്വതി, ഇവിടെ എവിടെ പോയി കിടക്ക? നീ എന്ത് സ്വപ്നം കണ്ടിരിക്കുക? ഇത് കരിഞ്ഞെന്ന് കണ്ടില്ലേ? നീ ഇത് മനഃപൂർവ്വം ചെയ്തതാ. നീ എന്ത് ചെയ്താലും അത് നശിപ്പിക്കും. നീ ഇനി ഇവിടെ ഒന്നും ചെയ്യണ്ട. ഇത്രയും വയസ്സായി, എന്നിട്ട് ഒരു കാര്യമെങ്കിലും മര്യാദക്ക് ചെയ്യാൻ അറിയൂ? അമ്മ, ഞാനൊരു കോൾ വന്നപ്പോ അറിയാതെ. എന്തറിയാതെ? നീ നിന്റെ വീട്ടിലായിരുന്നെങ്കിൽ ഇതുപോലെ തോന്നിവാസം ചെയ്യുമായിരുന്നോ? ഇവിടെ എന്തോ ആകാലോ, ചോദിക്കാനും പറയാനും ആരില്ലല്ലോ. എന്തെങ്കിലും പറയുമ്പോ അപ്പൊ തന്നെ പൂങ്കണ്ണീര് ഒലിപ്പിക്കും. പിന്നെ ആരും ഒന്നും പറയില്ലല്ലോ. ഇനി നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചിട്ട് ചെയ്താൽ മതി. നീ ഇത് കണ്ട മോനെ, ഇതെല്ലാം കത്തിച്ചു വെച്ചിരിക്കുന്നത്. നീ ഇത് എവിടെ നോക്കിട്ട് ചെയ്യാൻ നിൽക്കുന്നത്? അറിയാൻ പാടില്ലാത്ത കാര്യം ചെയ്യാൻ നിൽക്കണോ? എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്ന് കരഞ്ഞോ? കരഞ്ഞതിന് മുന്ന് പോകാൻ നോക്ക്. ഇനി നമുക്ക് iPhone 15 1 രൂപയ്ക്ക് എങ്ങനെ നേടാം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ വരുന്ന ജൂൺ 9 ഒരു 2020 മാച്ച് ഉണ്ട്. മാച്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചിട്ട് My 11 Circle ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ടീമിനെ ക്രിയേറ്റ് ചെയ്യും. ഒരു ടീം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടീമിൽ നിന്നുമുള്ള ഏറ്റവും നല്ല പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് 11 മെമ്പേഴ്സിന്റെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യാം. മാച്ചിലെ അവരുടെ യഥാർത്ഥ പെർഫോമൻസ് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോയിന്റ്സ് ഏൺ ചെയ്യാവുന്നതാണ്. കൂടുതൽ പോയിന്റുകൾ നേടുന്നതോറും നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനങ്ങളും വലുതാകും. നിങ്ങൾ ഇപ്പം ടീം ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ
മൈ11 സർക്കിൾ ആപ്പിലുള്ള എക്സ്പെർട്ട് ടീം സെക്ഷൻ നൽകിയിരിക്കുന്ന ടീമിനെ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഗിവ് അവേ കോൺടെസ്റ്റിൽ നിങ്ങൾ പങ്കെടുക്കൂ. iPhone 50 വെറും 1 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിന്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് വെറും 1 രൂപ മാത്രമാണ്. ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മാച്ചിനാണ് എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നത്. മെഗാ കോൺടെസ്റ്റ് ടൂർണമെന്റ് നടക്കുന്ന ദിവസങ്ങളിൽ 1 കോടി രൂപ വരെയാണ് ടോപ്പ് പ്രൈസ് എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് 20% എക്സ്ട്രാ ക്യാഷും ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ തന്നെ നിങ്ങൾക്ക് നേടാം. ഞാൻ എന്റെ ടീമിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളും ഉടനെ തന്നെ മൈ11 സർക്കിൾ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മാച്ചിലുള്ള ടീമിനെ ക്രിയേറ്റ് ചെയ്യുക. അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. അതെ, പോകുന്ന വഴിക്ക് അമ്പലത്തിൽ കയറിയിട്ടേ ഒരു നേർച്ച അങ്ങോട്ട് നടത്തിയിട്ട് പോയാൽ മതി. ഈ വീടിന്റെ ഐശ്വര്യക്കേടൊക്കെ ഒന്ന് മാറട്ടെ. പിന്നെ നന്നായി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോ. കല്യാണ വീട്ടിലേക്കല്ലേ പോകുന്നത്? അവിടെ ചെന്നിട്ട് ഈ അനർത്ഥങ്ങളൊന്നും ഉണ്ടാക്കണ്ട. എന്ത് പറ്റാനി? ആ ഒന്നുമില്ല ഏട്ടത്തി, ഓഫീസിൽ കുറച്ച് പ്രശ്നങ്ങൾ. ജോലി പോകുന്ന തോന്നുന്നേ. അപ്പൊ നിന്റെ ജോലി പോയാ? ഏകദേശം പോയ പോലെയാണ്. 10-12 കൊല്ലമായിട്ട് നീ അവിടെ തന്നെയല്ലേ ജോലി ചെയ്യുന്നേ? ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. വീട്ടിൽ ചില ആളുകൾ വന്ന് കയറിയാൽ മതി, പിന്നെ ആ വീട്ടിലെ കാര്യം അധോഗതി. ഇനി എന്തൊക്കെയാ വരാനിരിക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. ദൈവമേ, എൻ്റെ മക്കളെ കാത്തോളണേ. അമ്മ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? ജോലി പോയത് എൻ്റെ പ്രശ്നം കൊണ്ടല്ലേ. അതിന് നേട്ടത്തിമ്മനെ കുറ്റം പറയാൻ പോണത്? ഇപ്പൊ ഞാൻ പറഞ്ഞതായോ കുറ്റം? വെറുതെ അല്ലടാ നിന്റെ ജോലി പോയത്. ഡീ, നീ എവിടെ പോവാ? അലക്കാനായിട്ട്. എവിടെ അലക്കാൻ? വാഷിംഗ് മെഷീൻ. ഓ വേണ്ട, നീ തൊട്ടതെല്ലാം നശിക്കും. പുറത്ത് അലക്കുകല്ലുണ്ട്, അവിടെ കഴുകിയാൽ മതി. ഈ കൊച്ചെന്ത് ചെയ്താലും അത് നശിപ്പിക്കും. എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്തുകൂടെ? അതിനെങ്ങനെയാ വീട്ടുകാർ കൊഞ്ചിച്ച് വഷളാക്കിയിരിക്കുക. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്, അതെങ്കിലും പഠിപ്പിച്ചു വിടണ്ടേ? അത് ശരിയാ, നേരത്തെ ടി വിട്ട സമയത്ത് അവള് റിമോട്ട് താഴ്ത്തിട്ട് പൊട്ടിച്ചു. അല്ല, നിങ്ങൾ ഇതുവരെ ഒന്നും താഴെട്ട് പൊട്ടിച്ചിട്ടില്ലേ? അമ്മ ഈ അടുക്കളയിൽ എത്ര ക്ലാസ്സും പ്ലേറ്റായിട്ട് താഴെട്ട് പൊട്ടിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് അറിയാലോ. എന്തിനീ പാവയായിട്ട് എപ്പോഴും കുറ്റം പറഞ്ഞ? എന്നാലും എല്ലാം അപശകുനം തന്നെയാ. അമ്മ നിർത്തിക്കോ. അമ്മ എന്തിനാ എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണേ? കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് തുടങ്ങിയതാ ഇത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഏട്ടാ? എടി, നീ എന്തിനാണ് ഇതൊക്കെ കാര്യമായിട്ട് എടുക്കാൻ നിൽക്കുന്നേ? നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കേ. ഏട്ടൻ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന്റെ ഇടയ്ക്ക് ഏട്ടൻ്റെ ഒരു ചിരിയും. എനിക്ക് നല്ല വിഷമം വരുന്നുണ്ട്. അതെ, നമുക്കിപ്പം കിടന്നുറങ്ങാം. അമ്മേ, ഞങ്ങളെ പുറത്തുനിന്ന് പോയിട്ട് വരട്ടോ. പോകുന്നതൊക്കെ കൊള്ളാം, വേഗം വരണം. എനിക്ക് അമ്പലത്തിൽ പോകാനുള്ളതാ. വന്നു കയറിയവൾക്ക് പിന്നെ അമ്പലം ദേവി എന്നൊന്നില്ലല്ലോ. അയ്യോ അയ്യോ മോനെ, എന്ത് പറ്റി? കുഴപ്പമൊന്നുമില്ല അമ്മേ. ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പം ഒരു പട്ടി ഒന്ന് കുറുകെ ചാടി. ഇപ്പം ബൈക്കിന് ചെറുതായിട്ടൊന്ന് വീണു. കാര്യമായിട്ടൊന്നുമില്ല, ചെറിയൊരു മുറിവ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇവളെ കൊണ്ടല്ലേ പുറത്തേക്ക് പോയത്? എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ. എന്തെങ്കിലും അപകടം വരുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ എല്ലാം എന്റെ കുറ്റമായിട്ട് പറയാതെ അമ്മേ. ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല അമ്മേ. മോൻ പോയി റെസ്റ്റ് എടുക്ക്. ഇവളെ കെട്ടി അന്ന് മുതൽ തുടങ്ങിയത് എന്റെ മോന്റെ ദുരിതം. എടി, നീ പോയിട്ടൊരു ചായ എടുത്തേ. വേണ്ട,
ചായ ഞാൻ എടുത്തോളാം. ഇവിടെ ചായ ഇട്ടാലേ പാല് തിളച്ച് ചാടി പോവും. എല്ലാവർക്കും ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടാണെങ്കിലേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരികെ പോയിക്കോളാം. എന്തു പറ്റിയിരുമേ? ഞാൻ എന്ത് ചെയ്താലും അവിടുത്തെ അമ്മയ്ക്ക് കുറ്റവാ. ഞാൻ പോകുവാണെന്ന് പറഞ്ഞിട്ട് പോലും പ്രകാശ് ഏട്ടൻ ഒന്നും പറഞ്ഞില്ല. അതെന്താ അവനൊന്നും ഇണ്ടാത്തേ? നീ അവനുമായിട്ടാണോ വഴക്കിട്ടത്? പ്രകാശ് ഏട്ടനും എനിക്ക് ഒരു പ്രശ്നവുമില്ല അമ്മേ. പ്രകാശ് ഏട്ടൻ അമ്മയ്ക്ക് എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല. ഞാൻ എന്ത് ചെയ്താലും കുറ്റവാ. ഞാനും പ്രകാശ് ഏട്ടനോട് ഒന്ന് പുറത്തു പോയിട്ട് തന്നെ കുറേ നാളായി. എൻ്റെ കൂടെ പോയാൽ ഒന്നും നടക്കില്ലെന്നാണ് അവരുടെ അമ്മ പറയുന്നത്. അവരെന്തൊരു സ്ത്രീയാണ്? വീട്ടിൽ കയറി വന്ന പെൺകുട്ടികളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അമ്മ കോളൊന്നും പറയണ്ട, നീ പറയും. ചേട്ടൻ ഇതൊന്നും ശ്രദ്ധിക്കില്ല. അമ്മ പാവമാണ്, നീ അമ്മയൊന്നും പറയരുതെന്ന് മാത്രം പറയും എന്നോട്. എനിക്കറിയില്ല ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന്. അവരെന്താ ഇങ്ങനെ? അവരെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ല പ്രതീക്ഷിച്ചത്. മോള് വിഷമിക്കണ്ട. അനി, നീ നാളെ തന്നെ അവിടെ ഒന്ന് പോകണം. ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു ഗതികേട് വരരുത്. അമ്മയ്ക്ക് ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്. ചേച്ചിയുടെ അമ്മയമ്മ ചേച്ചിയോട് ഇങ്ങനെ കാണിച്ചപ്പോൾ അമ്മയ്ക്ക് വേദനിച്ചു. അമ്മ ഇത് തന്നെയല്ലേ എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നു കയറി അന്ന് മുതൽ ഞാൻ എന്തെല്ലാം അനുഭവിച്ചു. ആർക്ക് എന്ത് പറ്റിയാലും അതെന്റെ കുറ്റം കൊണ്ടെന്നാ പറയാറ്. ചേച്ചിക്ക് ഈ അവസ്ഥ വന്നപ്പോൾ അമ്മയ്ക്ക് വേദനിച്ചില്ലേ? അതുപോലെ തന്നെയല്ലേ അമ്മ ഞാനും. മറക്കാതെ മൈ ലെവൻ സർക്കിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഒരു iPhone 50 സ്വന്തമാക്കും. അതിനോടൊപ്പം തന്നെ വേൾഡ് കപ്പിൽ നടക്കുന്ന എല്ലാ മാച്ചിലും നിങ്ങൾക്ക് 1 കോടി രൂപ വെച്ച് സ്വന്തമാക്കാം. ഇതിനോടൊപ്പം തന്നെ 20% എക്സ്ട്രാ ക്യാഷ് ബാക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ നേടാം. സോ ഉടനെ തന്നെ മൈ ലെവൻ സർക്കിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യും.